ഹലോ, ഇന്നൊരു ഈവനിങ് വ്ളോഗാട്ടോ. എനിക്കും അപ്പക്കുട്ടനും പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ വീട്ടിലിരിക്കും, കുറേ മുറ്റത്ത് കൂടെയൊക്കെ നടക്കും. ഇതൊക്കെ തന്നെ ഞങ്ങളുടെ പണി. അപ്പോൾ വീട് പൂട്ടിയാൽ ആദ്യം തന്നെ താക്കോൽ ഷൂവിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളതൊരു സമ്പ്രദായമാണല്ലോ. അങ്ങനെ ഞാനും അപ്പക്കുട്ടനും കൂടെ പാല് വാങ്ങിക്കും, തൊട്ടടുത്ത വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പൂട്ടൻ ഫുൾ ഹാപ്പിയാണ്. അപ്പക്കുട്ടൻ ഈ പാല് വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞാലൊരു വേൾഡ് ടൂർ പോകുന്ന സന്തോഷം. പോകുന്ന വഴിക്ക് ഇതേ അവളുടെ മുമ്പിൽ ഒരു ബിരിമ്പി മരം കണ്ണിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പക്കുട്ടന് ഈ ബിരിമ്പി ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ദാദുവിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അത് കഴിച്ച് പല്ലൊക്കെ പുളിച്ച് ഇങ്ങനെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അപ്പക്കുട്ടൻ ഇതേ പാത്രമൊക്കെ പിടിച്ച് ഓടിച്ചാടി പോകുന്നുണ്ട്. ഇതാണ് രേഷ്മാൻ്റിൻ്റെ വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാല് തരുന്ന പശുവിൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മിക്കൊരു കുട്ടിയുണ്ട്, അതാണ് രാധ. അപ്പൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ രാധ. അങ്ങനെ ഞങ്ങൾ പാല് വാങ്ങാൻ പോയപ്പോൾ ആ സങ്കടകരമായൊരു വാർത്ത ഞങ്ങൾ അറിഞ്ഞു. രേഷ്മാൻ്റെ വീട്ടിലില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പാലും കിട്ടാനില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കാലി പാത്രമായിട്ട് തിരിച്ചു വന്നു. വീണ്ടും അപ്പക്കുട്ടനതാ എന്നെക്കൊണ്ട് അപ്പുറത്തെ പറമ്പിൽ വിരുമ്പി പറപ്പിക്കുന്ന കാഴ്ചയാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അവിടുന്ന് വിരുമ്പി എനിക്ക് എത്തൂരാന്ന് പറഞ്ഞിട്ട് അവളെന്നെ പിടിച്ച് പൊക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവസാനം താഴെ വീണ് കിടക്കുന്ന ഒരു വിരുമ്പി എടുത്ത് കഴിക്കാനൊക്കെ നോക്കി. പക്ഷേ അത് ചീഞ്ഞു പോയതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ലാത്ത സങ്കടത്തിൽ എൻ്റെ മുറ്റത്തുള്ള പൂക്കളെല്ലാം പറിക്കാനുള്ള പോക്കാണ്. ആ പൂവെല്ലാം പറിച്ച് എനിക്ക് കൊണ്ട് തരുന്നുണ്ട്. അമ്മയ്ക്ക് വേണമെന്നെല്ലാം ചോദിച്ചിട്ടുള്ള വരവാണ്. അത് അവൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ചെവിയിലും എടുത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ചെവിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമാണ് അപ്പക്കുട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ. അത് ആ ചെവിയിൽ പൂ വെക്കുന്നത് കണ്ടില്ലേ? അത് കഴിഞ്ഞ് എന്നെ ആ പൂ ചുടിക്കുന്ന കാഴ്ച നിങ്ങളീ കാണുന്നത്. അങ്ങനെ അപ്പക്കുട്ടൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കുറേ മുറ്റത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ല എൻ്റെ കിച്ചൺ ഗാർഡൻ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഗാർഡനാണ്. ഗാർഡൻ എന്ന് പറയാനൊന്നുമില്ല, കുറച്ച് ചെറിയൊരു പച്ചക്കറി തോട്ടം. അങ്ങനെ ഇന്ന് ഞാൻ മുമ്പ് വിത്തിട്ടൊരു ചീരയാട്ടോ. പക്ഷേ അതിൽ കുറേ കള കയറിപ്പോയി. അപ്പോൾ ആ കളയൊക്കെ ഞാൻ പറിച്ച് മാറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്നെ സഹായിക്കാൻ വേറൊരാൾ വന്നിട്ട് ആ ചീരയെല്ലാം നുള്ളി കളയുന്നുണ്ട്. ഇതാണ് ആ ചീരക്കള. അങ്ങനെ ഇതാണ് എൻ്റെ പൂന്തോട്ടം. ചെറിയൊരു വയലറ്റ് ആമ്പലിൻ്റെ ചെറിയ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ദിവസം ഞാൻ വീട്ടിൽ പോയതായതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ചെടികൾ കുറേ വാടിപ്പോയി. ഇനി അതൊക്കെ ഒന്നേന്ന് തുടങ്ങണം. ഇതെൻ്റെ സ്ട്രോബെറി ചെടിയാണ്. 2-3 സ്ട്രോബെറിയൊക്കെ ഞാൻ പറിച്ചു. പിന്നെ പയറുണ്ട്, തക്കാളിയുണ്ട്, വഴുതിന ഒക്കെ ഉണ്ട്. അങ്ങനെ പൂന്തോട്ടത്തിലൊരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇതാ അപ്പക്കുട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ചെടിയെല്ലാം എടുത്ത് ഒടിച്ച് കളിക്കുക കേട്ടോ. അങ്ങനെ അപ്പക്കുട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്കതൊരു സ്ട്രെസ് ബസ്റ്ററും കൂടിയാണ്. മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളൊരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വൈകുന്നേരം ഞാൻ അപ്പക്കുട്ടൻ പാലും എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു പണിയെടുക്കുമ്പോൾ അതിനിടയിൽ കൂടെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന തരണം എന്നുള്ളത് നിർബന്ധം. അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഞാനിടാമെന്നാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഇത് ഞങ്ങളുടെ കിച്ചണിലുള്ള 2 ഫിഷാണ്. 3 ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്ലോബലും കൂടി ഒരെണ്ണം ഉണ്ടായിരുന്നു, ചത്തുപോയി. അപ്പക്കുട്ടൻ്റെ പാല് ഞാനിതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അപ്പക്കുട്ടൻ ഈവനിങ് ഒരു സ്നാക്കായിട്ട് ഞാനിന്ന് പഴം വാട്ടുന്നുണ്ട്. പഴം നെയ്യിൽ വാട്ടിയത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കേക്കും ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണണേ. അങ്ങനെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും നേന്ത്രപ്പഴം വാട്ടിയതുമാണ് ഇന്നത്തെ അപ്പക്കുട്ടൻ്റെ സ്നാക്സ്. അപ്പക്കുട്ടനെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ കേക്ക് കുറേ നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാനൊരു പീസ് കേക്ക് കൊടുത്തു. ഈ പഴം വാട്ടിയതും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനൊക്കെ അപ്പൊക്കെ ഭയങ്കര താല്പര്യമായിട്ട്. ഈ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് നമ്മുടെ കൂടെ നിന്ന് ജോലിയൊക്കെ എടുക്കാൻ. അങ്ങനെ ഞാനും അപ്പം കൂടെ വൈകുന്നേരം ചായയൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ആ വിളിക്കുന്നത്. അനിയത്തിയാണ് കേട്ടോ. അവൾക്ക് ഇന്ന് കോളേജിൽ ഫെയർവെൽ പാർട്ടി ആയിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം കാണിച്ചു തന്നു. അവിടെ കോളേജിൽ നിന്ന് അവരുടെ ജൂനിയേഴ്സ് എല്ലാവരും കൊടുത്ത ഗിഫ്റ്റൊക്കെ കാണിച്ചു തന്നു. അമ്മേനോടും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് ഇതേ അപ്പക്കുട്ടൻ ചെടികളൊക്കെ നനച്ച് അവളും കുളിച്ച് പുതർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പക്കുട്ടനെ കൊണ്ടേ ഒന്ന് റെഡിയാക്കട്ടെ. പിന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.